സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ചടങ്ങിനിടെ പലയിടത്തും നാടകീയമായ രംഗങ്ങളും അരങ്ങേറി. തിരുവനന്തപുരത്ത് UDF ND അംഗങ്ങൾ ശരണം വിളിച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ചിലർ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചും ചിലർ സംസ്കൃതത്തിലും സത്യവാചകം ചൊല്ലി. അഡ്വക്കേറ്റ് KS ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ അട്ടിമറി നടന്ന ഇടമാണ്. അപ്പോൾ പലയിടങ്ങളിലായിട്ടും ഇപ്പോൾ സത്യപ്രതിജ്ഞ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ജനപ്രതിനിധികൾ അധികാരമേറ്റിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങ് എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ? പൂജ, സത്യപ്രതിജ്ഞ ചടങ്ങ് ഏകദേശം 1.5 മണിക്കൂർ കൂടി ഉണ്ടാകുകയുള്ളൂ. ഏകദേശം തിരുവനന്തപുരം നഗരസഭയിൽ ആകെ 100 വാർഡുകളിലെ അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൽ BJPക്ക് കൂടുതൽ അംഗങ്ങളോട് BJP ഒരു ഭരണത്തിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്നതിന് എത്തിയിട്ടുണ്ട്. ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അടക്കം എത്തിയിട്ടുണ്ട്. നാടകീയമായ രംഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലുണ്ട്. ഇടതുപക്ഷ അംഗങ്ങളെല്ലാം തന്നെ ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ UDF അംഗങ്ങളും BJP അംഗങ്ങളും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതും ശരണം വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത കാഴ്ചകളുണ്ടായി. അത് കുന്നുകുഴി വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മേരി പുഷ്പം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വാമിയെ ശരണയ്യപ്പ എന്ന് ശരണം വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. BJPയുടെ അംഗം കരിമം വാർഡിൽ നിന്ന് വിജയിച്ച ആശാനാഥ് ശരണം വിളിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യം എത്തിയത് KS ശബരിനാഥനാണ്. UDFന്റെ മുൻനിരയിലുള്ള KS ശബരിനാഥനാണ്. അതിനുശേഷം വന്ന UDF അംഗങ്ങൾ പലരും ഈ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. BJPയുടെ അംഗമായ കരമന എന്ന് വിജയിച്ച കരമന അജിത്ത് സംസ്കൃതത്തിലാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. കരമന അജിത്ത് ഈ സത്യവാചകം എന്ന് ചൊല്ലിക്കൊടുത്തത് UDFന്റെ മുതിർന്ന അംഗമായ നന്തൻകോടിൽ നിന്ന് വിജയിച്ച KR ക്ലീറ്റസ് ആണ്. ക്ലീറ്റസിന്റെ കാൽ തൊട്ടു വണങ്ങിയാണ് അജിത്ത് സത്യപ്രതിജ്ഞ ഹാളിലേക്കും എത്തിയത്. മാത്രമല്ല കരമന അജിത്ത് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒരാളാണ്. അങ്ങനെ നാടകീയമായ ഒട്ടനവധി കാഴ്ചകൾ ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. സത്യപ്രതിജ്ഞ പലയിടത്തും പുരോഗമിക്കുകയാണ്. അങ്ങനെ പുതിയ ജനപ്രതിനിധികളൊക്കെ അധികാരമേറ്റ്